ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസിയാണ്, അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും നിരാശപ്പെടില്ല. നല്ല ഒന്നാം തരം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോക്കിക്കോളൂ. 4 ഗ്ലാസ് പാല് വേണം. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ 1/2 കപ്പ് വെർമസില്ലി, പഞ്ചസാര ആവശ്യത്തിന്, കസ്റ്റാർഡ് പൗഡർ വേണം. 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് നെയ്യ്, പിന്നെ ഒരു ആപ്പിളും 2 ഞാലിപ്പൂവൻ പഴവും. പിന്നെ ഞാൻ ഗുലാബ് ജാമുന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഒരു പാൻ വെച്ചിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ വെർമസില്ലി ഒന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ പായസത്തിനൊക്കെ വറുക്കുന്ന പോലെ ചെയ്യാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് വേറൊരു പാൻ വെച്ചിട്ട് നമുക്ക് ആ പാലൊന്ന് തിളപ്പിക്കാം. പാല് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ആ വെർമസില്ലി ആഡ് ചെയ്യണം. വെർമസില്ലി ഒരു 5-6 മിനിറ്റ് എടുക്കും വേകാനായിട്ട്. വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം. പഞ്ചസാര നിങ്ങൾ ആവശ്യത്തിന് ചേർക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് നമുക്ക് ആ കസ്റ്റർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 കപ്പ് പാലിൽ നന്നായിട്ട് നമുക്ക് കസ്റ്റർഡ് പൗഡർ ഒട്ടും കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ചേർക്കുമ്പോഴത്തേക്ക് ഇതൊരു ചെറിയ കട്ടിയായി തുടങ്ങും. കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കട്ടിയുള്ളൊരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ. എന്നിട്ടത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. റൂം ടെമ്പറേച്ചറിൽ ഇത് കുറച്ച് സമയം ഇരുന്ന് തണുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഒരു 15 മിനിറ്റ് നേരം ഫ്രിഡ്ജ് വെച്ചിട്ട് ഞാൻ വീണ്ടും ഇത് വെളിയിൽ എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ അരിഞ്ഞ് വെച്ചേക്കുന്ന ആപ്പിളും പഴവും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചില്ലേ, ആ ഫ്രൂട്ട്സാണ്. ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വേണം ഇത് വെക്കാൻ. എന്നാലേ അത് സെറ്റ് ആവുകയുള്ളൂ. സെറ്റായി വന്നാൽ മാത്രമേ ആ ഗുലാബ് ജാമുൻ അതിൻ്റെ മീതെ നമുക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരാൻ സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് വെളിയിലോട്ട് എടുത്തിട്ട് ഗുലാബ് ജാമുൻ അതിന് മീതെ സെർവ് ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു 10 മിനിറ്റ് മതി ഇതിൻ്റെ പ്രിപ്പറേഷൻ. അത്ര എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോ അടുത്ത് വരുന്നുണ്ട് ഉടനെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അല്ലേ? എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.